ആദ്യം ഈ വിശേഷം തന്നെ അങ്ങ് പറഞ്ഞേക്കാം എന്നാണ് വിചാരിക്കുന്നത്. ആ സംഗതി എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയൊരു കത്താണ്. ഓക്കെ, ആ കത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയത്തിലേക്ക് നമ്മളെ ശ്രദ്ധ കൊണ്ടുപോകേണ്ട ഒരു വിഷയമാണ്. അതുകൂടാതെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പേര് തന്നെ എനിക്ക് മാറ്റേണ്ടി വരുന്ന ഒരു വലിയൊരു അവസ്ഥ അതാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് വായിക്കാം. ആദ്യം കേൾക്കാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ അല്ലേ? യെസ്. അപ്പോൾ ഇത് നമ്മളുടെ ഹോമിയോ ടീം, ഹോമിയോ വകുപ്പ്, ആ വകുപ്പ് എനിക്ക് അയച്ചിരിക്കുന്ന ഒരു കത്താണ് ഇനി ഞാൻ ഇവിടെ നിന്ന് വായിക്കാൻ പോകുന്നത്. ആ കത്ത് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഇവരെത്രമാത്രം പൊള്ളയാണ് എന്നുള്ളത് സ്ഥാപിക്കുന്ന ഒരു സംഗതിയാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് പ്ലേ ചെയ്യാൻ വന്ന മ്യൂസിക് അത് തന്നെയാണ്. പക്ഷേ അത് ആദ്യം പ്ലേ ആയിപ്പോയി. അപ്പം നമുക്ക് അതിലേക്ക് കിടക്കാം. ഓക്കെ, ഹോമിയോക്കാർക്ക് പറ്റിയ മ്യൂസിക്കാണിത്. അതിട്ടിട്ട് തന്നെ വായിച്ച് കളയാം. അപ്പം കത്ത് മലയാളത്തിലുള്ളത് അല്ല, യെസ്, മലയാളത്തിൽ നമുക്ക് വായിക്കാം. ഇംഗ്ലീഷിലുള്ളത് വേറെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വന്നിരിക്കുന്നത് കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ, അവിടുന്ന് വന്നിട്ടുള്ള ഒരു കത്താണ് എനിക്ക് വന്നിരിക്കുന്നത്. കാരണം കാണിക്കൽ നോട്ടീസ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തുകൊണ്ട് ഇന്ത്യ ഇനി ഇസ്ലാം ഭരിക്കില്ല എന്നുള്ളതിലേക്ക് വരും കേട്ടോ. ആദ്യം ഇതൊന്ന് പറഞ്ഞങ്ങ് പോകുക, അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ വല്ല ഹോമിയോനെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞ് വന്നാൽ നിങ്ങളാരും വരില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് ആദ്യം അങ്ങ് പറയുന്നത്. അപ്പോൾ കത്ത് സ്വീകർത്താവ് ഡോക്ടർ ആരിഫ് ഹുസൈൻ ടി എം. ആളുകൾ ചോദിക്കാറുണ്ട് എന്തിനാണ് എന്നെ ഡോക്ടർ എന്ന് വിളിക്കണമെന്നുണ്ട്. അതിൻ്റെ കാരണമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇനി മുതൽ എന്നെ നിങ്ങൾക്ക് ഡോക്ടർ എന്ന് വിളിക്കാൻ കഴിയില്ല എന്നുള്ളതും കൂടിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ ഡോക്ടർ ആരിഫ് ഹുസൈൻ ടി എം, രജിസ്റ്റർ നമ്പർ 8862. ഓക്കെ, ശ്രദ്ധിച്ചോ, മദ്രസയിലൊന്നും അല്ല പഠിച്ചിരിക്കണേ. ഓക്കെ, എതിരായ അച്ചടക്ക നടപടി രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നതിന് മുന്നോടിയായി കാരണം കാണിക്കൽ നോട്ടീസ് നൽകുന്നത് സംബന്ധിച്ച്. അപ്പോൾ അതായത് എൻ്റെ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഉള്ളൊരു ഷോക്കോസ്, അതാണ് സംഗതി. സൂചനയൊക്കെ ഉണ്ട്, അതൊക്കെ പോട്ടെ. അത് പഴയ ഒരു വർഷത്തേക്ക് റദ്ദാക്കിയതാണ്. ഇതാണ് തീയതിയിൽ ഇന്ത്യൻ ഹോമിയോപ്പതിക് മെഡിക്കൽ അസോസിയേഷൻ എനിക്കെതിരെ സമർപ്പിച്ച പരാതി. IHMയുടെ ഭാരവാഹികൾക്ക് വലിയ നന്ദിയുണ്ട്. ഞാൻ കുറേ കാലമായിട്ട് പറയുന്നൊരു കാര്യമാണ് എൻ്റെ ഈ ഡോക്ടർ ബിരുദം ഒന്ന് തിരിച്ച് എടുക്കണം എന്നുള്ളത്. അതിന് വഴിവെച്ചതിന് നിങ്ങൾക്ക് വലിയൊരു താങ്ക്സ്. പിന്നെ രണ്ടാമത്തെ സൂചന നടത്തിയതിൽ ഹോമിയോപ്പതിക് മെഡിസിൻ കൗൺസിൽ യോഗ തീരുമാനം, അവിടുത്തെ UN-ൻ്റെ ഒരു തീരുമാനമാണ് കേട്ടോ, ഹോമിയോ UN. ഇനി അടുത്തത് ഹോമിയോപ്പതി മെഡിക്കൽ രജിസ്റ്റേർഡ് പ്രാക്ടീഷണറായ ഡോക്ടർ ആരിഫ് ഹുസൈൻ ടി എം എന്ന താങ്കൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റ് പ്രസിദ്ധീകരണങ്ങളിലും ഹോമിയോപ്പതി ചികിത്സാ സമ്പ്രദായത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ നടത്തുന്നതായും. എന്താണ് ഗുരുതരമായ ആരോപണം? ഇതിനകത്ത് പച്ചവെള്ളമാണെന്ന് പറഞ്ഞാണ്. ഹോമിയോപ്പതി ചികിത്സാ സമ്പ്രദായത്തെക്കുറിച്ച് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും. എന്താ പറഞ്ഞത്? ഇതിനകത്ത് ശരിയായ രീതിയിലല്ല ഇതിൻ്റെ മാനുഫാക്ചറിങ് നടക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇത് നേർപ്പിച്ച് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല. പക്ഷേ നിങ്ങൾ ശരിയായ രീതിയിൽ മാനുഫാക്ചർ ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾ 30C 200C ഒക്കെ എടുത്തു കഴിയുമ്പോഴും അതിനകത്ത് ചില പ്രശ്നങ്ങൾ അവിടെ ഒളിഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചാൽ അതിനകത്ത് ഹെവി മെറ്റൽസ് ഉണ്ട്, മെർക്കുറി, ആഴ്സനിക്, പിന്നെ ടോക്സിക് ആയിട്ടുള്ള മറ്റ് സബ്സ്റ്റൻസസ്, ഇതെല്ലാം അതിനകത്ത് കാണുന്നു. നിങ്ങൾ ശരിക്ക് നേർപ്പിക്കുന്നില്ല എന്നതാണ് ഞാൻ പറഞ്ഞത്. ഇതിനാണ് ഇത്രയും വലിയ പുകിൽ. പോട്ടെ, സാരല്ല. അപ്പോൾ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ, ഇതാണ് കേട്ടോ അടിസ്ഥാനം. അധിക്ഷേപകരമായ ലേഖനങ്ങളും പ്രസിദ്ധീകരിക്കുന്നതിൽ മോഡേൺ മെഡിസിൻ ഹോസ്പിറ്റലായ രാജഗിരി ആശുപത്രിയുമായി സഹകരിക്കുന്നതുമായി കാണിച്ച് ഹെപ്പറ്റോളജി കമ്മ്യൂണിക്കേഷൻസ് എന്ന മാഗസിനിൽ പ്രസിദ്ധീകരിച്ച എ സീരീസ് ഓഫ് ഹോമിയോപ്പതിക് റെമഡീസ് റിലേറ്റഡ് സിവിയർ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ലിവർ ഇഞ്ചുറി ഫ്രം സൗത്ത് ഇന്ത്യ എന്ന പേരുള്ള ലേഖനം ഉൾപ്പെടെ ഇന്ത്യൻ ഹോമിയോപ്പതിക് മെഡിക്കൽ അസോസിയേഷൻ, IHMA നാഷണൽ പ്രസിഡന്റ് ആൻഡ് സെക്രട്ടറി ജനറൽ എന്നിവരുടെ പരാതി സൂചന പ്രകാരം ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രശ്നം എന്തൊക്കെയാണ് ഉണ്ടാക്കിയത്? സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഹോമിയോപ്പതിയിൽ പച്ചവെള്ളമാണെന്ന് പറഞ്ഞു. അതുകൂടാതെ ഈ പച്ചവെള്ളം ആകേണ്ട ഹോമിയോപ്പതിയിൽ അത് പച്ചവെള്ളമല്ലാതെ അതിനകത്ത് ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഈ പറയുക മാത്രമല്ല, ഈ സാധനം മാഗസിനിൽ, അതായത് സയൻസ് ജേണലിൽ, ഇത് നമ്മളുടെ ഈ ജോലിയുടെ ഭാഗമായിട്ടുള്ള റിസർച്ചിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു ജോലിയുടെ ഔട്ട്കം എന്ന നിലയിൽ അത് ഒതൻറ്റിക്കായ പീർ റിവ്യൂഡായ, നമ്മളെ രാഹുൽ ഈശ്വർ പറയാറുള്ള പീർ റിവ്യൂഡായ ജേണലുകളിൽ ഞാൻ പബ്ലിഷ് ചെയ്തു. ഇതാണ് മൂന്നാമത്തെ തെറ്റ്. ഈ സാധനമൊക്കെ കൂടി കൂട്ടി കാണിച്ചിട്ട് IHMA എന്ന് പറയുന്ന സംഘടന എനിക്കെതിരെ പരാതിയും കൊടുത്തിരിക്കുന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? അതിൻ്റെ ബാക്കി നമുക്ക് വായിക്കാം. ഹോമിയോപ്പതിക് ചികിത്സാ സമ്പ്രദായത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെയും പ്രസംഗങ്ങളിലൂടെയും മോശമായി പരാമർശിച്ച കാരണത്താലും കൗൺസിൽ മുൻപാകെ നേരിട്ട് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാത്തതിനാലും നൈതികതയ്ക്ക് നിരക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തുടരുന്നുവെന്ന് കൗൺസിൽ ബോധ്യപ്പെട്ടതിനാലും 28/7/2021 തീയതിയിലെ ഈ കാര്യാലയത്തിലെ
നമ്പർ ഉത്തരവ് പ്രകാരം താങ്കളുടെ ഹോമിയോപ്പതി രജിസ്ട്രേഷൻ 28/7/2021 മുതൽ ഒരു വർഷത്തേക്ക് റദ്ദ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വർഷം എനിക്ക് എൻ്റെ ഈ അല്ലെങ്കിൽ കട്ടപ്പുറത്തിരുന്ന വണ്ടി ഓടിക്കാൻ പറ്റാത്തതിലുള്ള വിഷമം ഞാനിവിടെ പങ്കുവെക്കുകയാണ്. ഓക്കെ, ഓൾറെഡി കട്ടപ്പുറത്തായ സാധനത്തെ വീണ്ടും അവർ പഞ്ചറാക്കി എന്ന് വേണേൽ പറയാം. എന്നാൽ സമാനമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ താങ്കളുടെ ഭാഗത്തു നിന്നും തുടർന്നും ആവർത്തിക്കുന്നതായി ഈ കൗൺസിലിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ രജിസ്ട്രേഷൻ നേടിയ താങ്കൾ ഹോമിയോപ്പതിക്ക് ചികിത്സാ സമ്പ്രദായത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് വൈദ്യ നൈതികതയ്ക്ക് വിരുദ്ധവും ഗുരുതരമായ കുറ്റവുമായി കൗൺസിൽ വിലയിരുത്തുന്നു. എന്ന് വെച്ചാൽ ഈ പറയുന്ന പഠനങ്ങളൊക്കെ നടത്തി സയൻസ് ജേർണൽ, മെഡിസിൻ ജേർണലുകളിൽ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത് വലിയ അപരാധമാണ് ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം. കാരണം അത് നമ്മുടെ ഈ ഇസ്ലാമിൻ്റെ കാര്യം പറയുന്ന പോലെ തന്നെയാണ്. തർജ്ജമ ചെയ്യാതെ ഇതിങ്ങനെ വായിച്ചാൽ നമുക്ക് നല്ല എ ആർ റഹ്മാൻ്റെ പാട്ട് പോലെ ഇങ്ങനെ കേട്ടിരിക്കാം. തർജ്ജമ ചെയ്തോ പോയി കൈകാലുകൾ വിപരീത ദിശയിൽ നിന്ന് വെട്ടുക, അല്ലെങ്കിൽ മറ്റേ സ്ത്രീകളുടെ സ്ഥാനങ്ങൾ ഒടിഞ്ഞു തൂങ്ങിയിട്ടില്ല എന്നുള്ള തരത്തിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മലയാളത്തിൽ വായിച്ചു പോയാൽ കഴിഞ്ഞു. ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെ അവസ്ഥ. എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഹാനിമാൻ പറഞ്ഞു, ഇന്ന ഡോക്ടർ പറഞ്ഞു എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷ് ഇങ്ങനെ വായിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഇതൊക്കെ വലിയ സംഭവമാണ്. അതേസമയം ഇത് ഒന്ന് ഇറങ്ങി തിരിച്ച് ഇതിൻ്റെ ഉള്ളിലുള്ള എന്താണെന്ന് പൈസയും മുടക്കി നമ്മളൊന്ന് ചെയ്ത് ഒന്ന് അന്വേഷിച്ച് കഴിയുമ്പോൾ കാര്യം കൈവിട്ടു പോകും. അത് പോയി, അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്. അപ്പോൾ പിന്നെ ആ കൂടി എന്താ ചെയ്യാൻ പറ്റുക? എൻ്റെ വായിൽ മണ്ണ് വാരിയിടുക, ഇതാണ് ഉദ്ദേശിച്ചത്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റുമല്ലയ്യ, കാരണം നമ്മളല്ലെങ്കിൽ ഈ സാധനം എടുത്ത് അട്ടപ്പുറത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ പിന്നെ അവർക്ക് ചെയ്യാൻ കഴിയുന്നത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റദ്ദാക്കുന്നത് വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ പെർമനൻ്റായിട്ട് റദ്ദാക്കാൻ പോവുകയാണെന്നാണ് കേട്ടത്. വളരെ സന്തോഷം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കും വളരെ ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം ആളുകൾ ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് ഡോക്ടറെന്ന് വിളിക്കുന്നു എന്ന്. ഇതാണ് കാരണം നമ്മുടെ രജിസ്ട്രേഷൻ അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഡോക്ടറെന്ന് വിളിച്ച് പോകും. ഇവർ തന്നെ എന്നെ ഡോക്ടറെന്നാണ് വിളിക്കുക. ഏതായാലും അടുത്ത കത്ത് എനിക്ക് അയക്കുമ്പോൾ ഡോക്ടറെന്ന് ഉണ്ടാവില്ല, ഉണ്ടാകാൻ പാടില്ല, ശ്രദ്ധിച്ചോളണം. ഓക്കെ, അപ്പോൾ കൗൺസിലിനോടാണ് ഞാൻ പറയുന്നത്, ഇനി മേലാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് തന്നെ ഡോക്ടറെന്ന് വിളിച്ചേക്കരുത്. അപ്പോൾ അടുത്തത്, ഈ കാരണങ്ങളാൽ താങ്കളുടെ ഹോമിയോപ്പതിക് രജിസ്ട്രേഷൻ റദ്ദാക്കാതിരിക്കാൻ അടിയന്തരമായി താങ്കൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുന്നതിന് സൂചനാ പ്രകാരം തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, മേൽ സാഹചര്യത്തിൽ താങ്കളുടെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും കാരണം ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ഈ നോട്ടീസ് കൈപ്പറ്റി 15 ദിവസത്തിനകം രേഖാമൂലം കൗൺസിലിൽ സമർപ്പിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം താങ്കൾക്ക് ഒന്നും ബോധിപ്പിക്കാനില്ല എന്ന നിഗമനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കത്ത് കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷമാണ് വന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് കാരണം കാണിക്കാനൊന്നുമില്ല. കാരണം നിങ്ങൾ റദ്ദാക്കി തരണം, എത്രയും പെട്ടെന്ന് റദ്ദാക്കി പറ്റുമെങ്കിൽ ആ BHMS ഡിഗ്രിയും കൂടി ഒന്ന് എടുത്ത് തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഏതായാലും നിങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് റദ്ദാക്കാതെ ഇതൊന്ന് പെർമനൻ്റായിട്ടൊന്ന് റദ്ദാക്കി തരണം എന്നാണ് എൻ്റെ വലിയ വിനീതമായ അഭ്യർത്ഥന. ഈ പറഞ്ഞ സാധനമൊക്കെ കൂടി ഒരു കത്താക്കി എഴുതിയിട്ട് ഞാൻ നിങ്ങൾക്ക് അയക്കുന്നുണ്ട്, രേഖാമൂലം തന്നെ ഞാൻ അയക്കുന്നുണ്ട്. അത് പ്രകാരം നിങ്ങൾ നടപടികൾ എടുത്തിരിക്കണം എന്ന് മാത്രമല്ല, അടുത്ത കത്തിൽ ഡോക്ടറിന് വെച്ചേക്കരുത് എന്നും കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ഡോക്ടർ എനിക്ക് മാണ്ടോയ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഒന്നാമത്തെ ആ ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ ഫാഷിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് ഫാഷിസം. അതായത് നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ഇവിടെ ആരെയും തെറി വിളിച്ചിട്ടില്ല. നമ്മൾ ആരും ഇവിടെ ഒരു കാര്യവും അമാന്യമായ രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല. ഇവരുടെ മരുന്ന് നമ്മളെടുത്തു, അടുത്ത പഠനം വരാനിരിക്കുന്നുള്ളൂ, അതിൻ്റെ സാധനം കൂടി വന്നു കഴിഞ്ഞാൽ ഇവരുടെ ആപ്പീസ് കൂട്ടും. അതാണ് ഉണ്ടാവാൻ പോകുന്നത്. കാരണം എന്താണ്, 134 മരുന്നുകൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് അത് അനലൈസ് ചെയ്തപ്പോൾ കണ്ടിരിക്കുന്നത് എന്താണ്, അതിനകത്ത് ആൽക്കഹോൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ വെള്ളം എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം, ആൽക്കഹോൾ മാത്രമേ ഉള്ളൂ. കൂടാതെ അതിനകത്ത് വളരെ ടോക്സിക് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ സോൾവെൻറ്റ്സ് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് അടങ്ങിയിരിക്കുന്നു. ഹെവി മെറ്റൽസ് ഉണ്ട്, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ അതിനകത്തുണ്ട്. ഇത് നമ്മളുടെ ജേണലിൽ ഉടനെ തന്നെ വരും, ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ജേണൽ ഇതുവരെ പബ്ലിഷ് ചെയ്ത് നമ്മൾ ആംസ്റ്റർഡാമിൽ പോയിട്ട് പബ്ലിഷ് ചെയ്ത് അവിടെ പ്രസൻറ്റ് ചെയ്ത പേപ്പർ ഇതാണ്. ഇതിനെക്കുറിച്ചുള്ള വാർത്ത നമ്മൾ മുന്നേ ഷെയർ ചെയ്തതാണ്. അപ്പോൾ അതുകൂടി ഒന്ന് പബ്ലിഷ് ചെയ്ത് വരുമ്പോൾ ഇവരുടെ ആഫീസ് പൂട്ടാവാനിരിക്കുകയാണ്. ഏതായാലും അത് മുൻകൂട്ടി കണ്ട് വീണ്ടും ഇതേപോലെ വന്നത് വളരെ നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇവിടെ ഇവർ സൂചിപ്പിച്ച ഒരു പഠനമുണ്ടല്ലോ, അതേതാണെന്നും കൂടി നമുക്കൊന്ന് നോക്കാം. അതും കൂടി ഒന്ന് അറിയുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ അത് ഒരു തമാശ ഉണ്ട് കേട്ടോ, ചുമ്മാ നമുക്കൊന്ന് സെർച്ച് ചെയ്ത് കളയാം. ആളുകൾ എന്നെക്കുറിച്ച് തിരയുന്ന എന്തൊക്കെയാണെന്ന് ഇപ്പോഴാണ് ഞാനിവിടെ ശ്രദ്ധിച്ചത്. ആരിഫ് ഹുസൈൻ തെരുവത്ത്, ആരിഫ് ഹുസൈൻ തെരുവത്തിൻ്റെ ഫാമിലി, ആരിഫ് ഹുസൈൻ തെരുവത്തിൻ്റെ വൈഫ്, ഏജ്, മാരേജ്, എത്ര എണ്ണം കല്യാണം കഴിച്ചു, ജോബ്, ബർത്ത് പ്ലേസ് എല്ലാം അറിയണ ആളുകൾക്ക്. എന്തൊരു കഷ്ടം നോക്കിയാൽ. ഫാമിലി, വൈഫ്, ഏജ്, മാരേജ്, ബർത്ത് പ്ലേസ്, ജോബ്, ഫാമിലി ഫോട്ടോസ്, ബയോഗ്രഫി, വൈഫ് നെയിം. കൊള്ളാം, പോട്ടെ. എന്തായാലും ഗൂഗിൾ സ്കോളറിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇതിലത് ഈ പ്രൊഫൈൽ എടുക്കുന്നു, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത് നമ്മളെടുത്തു. അപ്പോൾ ഇവർ പറഞ്ഞ സ്റ്റഡി ഏതാണ്? ഇവർ പറഞ്ഞ സ്റ്റഡി എന്ന് പറയുന്നത് ഇതാണ്. എ സീരീസ് ഓഫ് ഹോമിയോപ്പതിക്
റെമഡീസ് റിലേറ്റഡ് സിവിയർ ഡ്രഗ് ഇഞ്ചുറി, എ സീരീസ് ഓഫ്, ഇതാണ് സാധനം. ഓക്കെ, ഇത് വളരെയധികം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള സാധനമാണ്. ഇതാണ് സാധനം. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഹോപ്പ് ഇറ്റ്സ് വിസിബിൾ. ഒന്നുകൂടി വലുതാക്കി കാണിച്ചേക്കാം. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നു. യെസ്. ഒന്നാമത്തെ കാര്യം, ഇത് രാജഗിരി ഹോസ്പിറ്റലായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ, അത് വേറെ കാര്യം. ഇത് നമ്മളുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഓട്ടോണോമസ് ആയിട്ടുള്ളൊരു സംഗതിയാണ്, രാജഗിരി ഹോസ്പിറ്റലിനകത്താണ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ സ്റ്റഡി. ഇത് വിശദമായിട്ട് വായിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മെത്തേഡ്സ്, അതിൻ്റെ റിസൾട്ട്സ് ഒക്കെ കണ്ട്, അതായത് പേപ്പർ തന്നെ നമുക്കൊന്ന് വായിച്ചു കളയാം. എന്തു പറയുന്നു, കിടക്കുന്നു. ഇതാണ് എ സീരീസ് ഓഫ് ഹോമിയോപ്പതിക് റെമഡീസ് റിലേറ്റഡ് സിവിയർ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ലിവർ ഇഞ്ചുറി. അപ്പോൾ നമ്മളുടെ റിസർച്ച് ഏരിയ എന്ന് പറയുന്നത് ഈ സാധനമാണ്, അതായത് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ലിവർ ഇഞ്ചുറി. ഇതാണ് നമ്മുടെ ഏരിയ. ഇത് നമ്മൾ നടത്തുമ്പോൾ ഇതിനകത്ത് പലതരം ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ലിവർ ഇഞ്ചുറികൾ നമ്മൾ കണ്ടെത്താറുണ്ട്. അപ്പോൾ അതിൽ മോഡേൺ മെഡിസിൻ്റെ ഭാഗമായിട്ടുള്ള ഡ്രഗിൻ്റെ ഇഞ്ചുറി ഉള്ളതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഹെർബ് ഇൻഡ്യൂസ്ഡ് ലിവർ ഇഞ്ചുറി എന്ന് പറയും, അതായത് HILI. അപ്പോൾ അതിൽ തന്നെ പ്രധാനമാണ് ആയുർവേദം, ഹോമിയോപ്പതി, അതുപോലെ യുനാനി, അങ്ങനെയുള്ള എല്ലാ സാധനം, ആയുഷിൽ വരുന്ന എല്ലാ സാധനവും നമ്മൾ എടുക്കുക. അതുകൂടാതെ ടിബറ്റൻ മെഡിസിൻ, സിദ്ധ, എല്ലാം അതിനകത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളവിടെ റിപ്പോർട്ട് ചെയ്ത ഒരു കേസാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് വായിക്കാം. കൺക്ലൂഷൻ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കൺക്ലൂഷൻ ആദ്യം ഒന്ന് വായിച്ചേക്കാം. ഹോമിയോപ്പതിക് റെമഡീസ് പൊട്ടൻഷ്യലി റിസൾട്ട് ഇൻ സിവിയർ ലിവർ ഇഞ്ചുറി ലീഡിംഗ് ടു ഡെത്ത് ഇൻ ദോസ് വിത്ത് അണ്ടർലൈങ് ലിവർ ഡിസീസ്. The use of mother tinctures, insufficient dilution, poor manufacturing practices, adulteration and contamination, and the presence of direct hepatotoxic herbals were the reasons for toxicity. Physicians, the public, and patients must realize that homeopathic drugs are not gentle placebos. ഇതാണ് നമ്മളുടെ ഇതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കണ പോലെ അത് പച്ചവെള്ളം മാത്രമൊന്നുമല്ല, അതിനകത്ത് ഇതുപോലുള്ള കാരണങ്ങളുണ്ട്. അതിൻ്റെ ഒറിജിൻ എവിടെ നിന്നാണ്? യൂസ് ഓഫ് മദർ ടിഞ്ചേഴ്സ്, ഇൻസഫിഷ്യൻറ്റ് ഡൈല്യൂഷൻ, അതായത് ശരിയായ രീതിയിൽ നേർപ്പിച്ചിട്ടില്ല. പുവർ മാനുഫാക്ചറിങ് പ്രാക്ടീസ്, അതായത് ഈ നേർപ്പിക്കുക എന്ന് പറയുന്നതാണ് ഇതിന് മാനുഫാക്ചറിങ് പ്രാക്ടീസ്. ആ പ്രാക്ടീസ് മര്യാദയ്ക്ക് ചെയ്യാത്തതുകൊണ്ട് അതിനകത്ത് ഒറിജിനൽ സബ്സ്റ്റൻസ് ഉണ്ടാകുന്നു. പിന്നെ അഡൾട്രേഷൻ, അതായത് അതിനകത്ത് മായം ചേർക്കൽ. പിന്നെ കണ്ടാമിനേഷൻ, അതായത് അതിനകത്ത് മറ്റ് സാധനങ്ങൾ കണ്ടാമിനൻസ് വരിക. ആൻഡ് ദ പ്രസൻസ് ഓഫ് ഡിറക്റ്റ് ഹെപ്പറ്റോടോക്സിക് ഹെർബൽസ്. ഇതാണ് ഈ ടോക്സിസിറ്റിയുടെ കാരണം. അല്ലാതെ ഹോമിയോ മരുന്നിൽ എന്തെങ്കിലും ഉണ്ടായതുകൊണ്ടല്ല ഈ പറയുന്നത്. ഈ ഹോമിയോ മരുന്ന് ശരിക്കുമുള്ള ഹോമിയോ മരുന്ന് ആകാതെ പോയി, ഫേക്ക് ഹോമിയോ മരുന്ന് ആയിപ്പോയി. ഇതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇതാണ് നമ്മളവിടെ കാണിച്ചത്. ഇവിടെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റിയില്ല അല്ലേ, സോറി. എന്തായാലും വിശദമായിട്ട് നമ്മളിവിടെ ഇടുന്നതായിരിക്കും. സോറി കേട്ടോ, ഒന്നുകൂടി കാണിച്ചു തരാം. കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ. The use of mother tinctures, insufficient dilution, poor manufacturing practices, adulteration and contamination, and the presence of direct hepatotoxic herbals were the reasons for toxicity. ഇതാണ് നമ്മൾ കണ്ടെത്തിയ സാധനം. ഇത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് ഫിസിഷ്യൻസ്, പബ്ലിക് ആൻഡ് പേഷ്യൻസ് മസ്റ്റ് റിയലൈസ് ദാറ്റ് ഹോമിയോപ്പതിക് ഡ്രഗ്സ് ആർ നോട്ട് ജെന്റിൽ പ്ലസിബോസ്. ഇതാണ് നമ്മൾ പഠനം നടത്തിയിട്ട് അവിടെ കാണിച്ചു കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി പഠനം നിങ്ങൾക്ക് ഇവിടെ നോക്കാം. ഇത് ഓപ്പൺ ആക്സസ് ആണ്. ഇത് നിങ്ങൾ ആലോചിക്കണം, അതായത് നമ്മൾ ഗവൺമെൻറ് ഇവിടെ പണം ചെലവഴിച്ച് ഇവിടെ ആളുകളെ കൊലയ്ക്ക് കൊടുക്കുന്നു. നമ്മളിവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രൈവറ്റ് ആയിട്ട് നമ്മൾ സ്വന്തം പണം മുടക്കി നമ്മളിത് പബ്ലിഷ് ചെയ്യണമെങ്കിൽ തന്നെ 2-3 ലക്ഷമൊക്കെയാണ്. എന്ന് വെച്ചാൽ ഓപ്പൺ ആക്സസ് ഫീ, എന്നാലേ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഫീസ് ഇല്ലാതെയൊക്കെ പബ്ലിഷ് ചെയ്യാം. പക്ഷേ നിങ്ങളും വായിക്കണം, നാട്ടുകാരും വായിക്കണം എന്ന ഉദ്ദേശത്തിൽ നമ്മൾ ഓപ്പൺ ആക്സസ് ഫീ കൊടുത്തുകൊണ്ട് ചെയ്യുമ്പോൾ അത് നമ്മൾ എടുക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ നിങ്ങൾക്ക് വായിക്കും. ഹോമിയോപ്പതിക് റെമഡീസ് ആർ ഹൈലി ഡയലൂറ്റഡ് ഫോർമുലേഷൻസ് വിതൗട്ട് പ്രൂവൻ ക്ലിനിക്കൽ ബെനിഫിറ്റ്സ് ട്രഡീഷണലി ബിലീവ്ഡ് നോട്ട് ടു കോസ് അഡ്വേഴ്സ് ഇവൻറ്റ്സ്. Nonetheless, published literature reveals severe local and non-liver related systemic side effects. We present the first series on homeopathic related severe drug induced liver injury ഫ്രം എ സിംഗിൾ സെൻറ്റർ. നമ്മളെ സെൻറ്ററിൽ നിന്നുള്ളതാണ് വന്നത്. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതിനകത്ത് വായിക്കാം. അതിൽ പ്രധാനമായിട്ട് ഈ പറയുന്ന എന്താണ് 5 patients had underlying chronic liver disease. അവരൊക്കെയാണ് ഇതിനകത്ത് വന്നതും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തൊക്കെ. എന്തായാലും നിങ്ങൾ വായിക്കുക, ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക, അതായിരിക്കും നല്ലത്. ഈ പറഞ്ഞ സാധനം എവിടെ കിട്ടും എന്നുള്ളത് നിങ്ങളിവിടെ കണ്ടു. അതിനുള്ള ഒന്നും കൂടി ഞാനത് വിസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കാണിക്കാം. ഇതാണ് നമ്മുടെ പേജ്, ആരിഫ് ഹുസൈൻ തെരുവത്ത് സ്കോളർ എന്ന് ടൈപ്പ് ചെയ്യുക. അതായത് ഗൂഗിൾ സ്കോളറിൽ നമ്മളെ പ്രൊഫൈലുണ്ട്, അതിൽ പോയാൽ കിട്ടും. ഇവിടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് ആ സാധനം. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. സോ ഇതാണ് നമ്മളുടെ പഠനം എന്ന് പറയുന്നത്.
ഓക്കെ, എ സീരീസ് ഓഫ് ഹോമിയോപ്പത്തിക് റെമഡീസ് റിലേറ്റഡ് സിവിയർ ഡ്രഗ് ഇൻഡ്യൂസ് ലിവർ ഇഞ്ചുറി. ഇത് നമ്മൾ പുതിയൊരു പഠനം കൂടിയായിട്ട് ഇനിയിപ്പോൾ വരുന്നുണ്ട്. ഇതേപോലെ തന്നെ ഇതിനേക്കാൾ മാരകമായ പഠനമാണത്. എന്ന് വെച്ചാൽ 134 മാർക്കറ്റ് സാമ്പിൾസാണ് നമ്മൾ എടുത്ത് അനലൈസ് ചെയ്തത്. അപ്പോൾ ഇതൊന്ന് പറഞ്ഞു പോകണമെന്ന് വിചാരിച്ചു. ഏതായാലും ഹോമിയോക്കാരോട് എനിക്ക് വലിയ നന്ദി. ഒന്ന്, ഈ സാധനത്തെക്കുറിച്ച് പറയാനുള്ള ഒരു അവസരം നിങ്ങളുണ്ടാക്കി. രണ്ട്, എൻ്റെ ഡോക്ടർ പദവി നിങ്ങൾ തിരിച്ചെടുക്കുന്നതിൽ പറ്റുമെങ്കിൽ ആ BHMS ഡിഗ്രിയും കൂടി ഒന്ന് എടുത്ത് എന്നെ അനുഗ്രഹിക്കണം. പുരുഷു എന്നെ അനുഗ്രഹിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഹോമിയോക്കാരുടെ അവസ്ഥ, പാവങ്ങൾ. പോട്ടെ. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.